നമ്മൾ നോക്കാൻ പോകുന്നത് 8th സ്റ്റാൻഡേർഡ് ദീപകം എന്ന ടെക്സ്റ്റ് ബുക്കിൻ്റെ 6th ചാപ്റ്ററായ ഡിജി ഭാരതം യുഗപരിവർത്തനം എന്ന ചാപ്റ്ററിൻ്റെ എക്സസൈസ് എക്സ്പ്ലനേഷനാണ്. അപ്പോൾ നമുക്ക് നോക്കാം. പാഠസ്യ ആധാരേണ അധോലിഖിതാനാം പ്രശ്നാനാം ഉത്തരാണി ഏകപദേന ലിഖത. പാഠത്തെ ബേസ് ചെയ്ത താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്കുത്തരമായി 1 വേർഡിൽ ആൻസർ എഴുതുക. നോക്കാം. പ്രധാനമന്ത്രി സംഗ്രഹാലയെ കീദൃശി പ്രൗദ്യോഗികി പ്രയുക്ത അസ്തി. പ്രധാനമന്ത്രി മ്യൂസിയത്തിൽ എത്തരത്തിലുള്ള, അതായത് എങ്ങനെയുള്ള ടെക്നോളജിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്? ഡിജിറ്റൽ. ഹോളോഗ്രാം ദ്വാര കസ്യ ഭാഷണം ദൃശ്യത്തെ. ഹോളോഗ്രാമിലൂടെ ആരുടെ സ്പീച്ചാണ് കാണാൻ സാധിക്കുന്നത്? പ്രധാനമന്ത്രിയുടെ. എന്തെഴുതും? പ്രധാനമന്ത്രിണഃ. കസ്യാഹ പ്രഭാവഃ ദൈനംദിന ജീവനെ ദൃശ്യത്തെ. ആരുടെ ഇമ്പാക്റ്റാണ് ഡെയിലി ലൈഫിൽ കാണപ്പെടുന്നത്? ഡിജിറ്റൽ പദ്ധതികളുടെ. എന്തെഴുതും? ഡിജിറ്റൽ യോജനായാഹ. ഭാരത സർവകാരസ്യ മഹത്വാകാംക്ഷിണി യോജന കാ അസ്തി. ഭാരത സർക്കാരിൻ്റെ ആംബിഷ്യസ് ആയിട്ടുള്ള യോജന, അതായത് പദ്ധതി എന്താണ്? ഡിജിറ്റൽ യോജന, ഡിജിറ്റൽ പദ്ധതി. ഫാസ്ടാഗ് ഇത്യസ്യ ഉപയോഗേന കസ്യ സംഗ്രഹണം ഭവതി. ഫാസ്ടാഗ് എന്നതിൻ്റെ ഉപയോഗത്താൽ എന്തിൻ്റെ ശേഖരണമാണ് നടക്കുന്നത്? മാർഗശുൽക്കസ്യ, അതായത് ടോൾ ഫീസിൻ്റെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പാഠസ്യ ആധാരേണ അധോലിഖിതാനാം പ്രശ്നാനാം ഉത്തരാണി പൂർണ്ണവാക്യേന ലിഖത. പാഠത്തെ ബേസ് ചെയ്ത് താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്കുത്തരമായി കംപ്ലീറ്റ് സെൻറ്റൻസിൽ ആൻസർ എഴുതുക. നോക്കാം. പ്രധാനമന്ത്രി സംഗ്രഹാലയെ കാഹ ഡിജിറ്റൽ പ്രൗദ്യോഗിക്യഃ പ്രദർശിതാഃ സന്തി. പ്രധാനമന്ത്രി മ്യൂസിയത്തിൽ ഏതൊക്കെ ഡിജിറ്റൽ ടെക്നോളജീസ് ആണ് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്? പ്രധാനമന്ത്രി സംഗ്രഹാലയെ വിവിധാഃ ഡിജിറ്റൽ പ്രൗദ്യോഗിക്യഃ പ്രദർശിതാഃ സന്തി. പ്രധാനമന്ത്രി മ്യൂസിയത്തിൽ പലതരത്തിലുള്ള ഡിജിറ്റൽ ടെക്നോളജീസാണ് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. ജനാഃ കിമർത്ഥം സാഗണിക അപരാധേന പീഡിതാഃ ഭവന്തി. ആളുകൾ എന്തിനാണ് സൈബർ കുറ്റകൃത്യങ്ങൾക്ക് ഇരയാകുന്നത്? ജനാഃ ലോഭാത് ഭയാത് വാ സാംഗണിക അപരാധേന പീഡിതാഃ ഭവന്തി. ആളുകൾ അത്യാഗ്രഹത്താൽ, ഭയത്താൽ ഒക്കെയാണ് സൈബർ കുറ്റകൃത്യങ്ങൾക്ക് ഇരയാകുന്നത്. യഷിക ഡിജി ലോക്കർ ഇത്യസ്യ ഉപയോഗം കഥം കരോതി. യഷിക ഡിജി ലോക്കർ എന്നതിൻ്റെ ഉപയോഗം എങ്ങനെയാണ് ചെയ്യുന്നത്? യഷിക ഡിജി ലോക്കർ ഇത്യസ്യ ഉപയോഗം ആധാരപത്രം വിദ്യാലയം പ്രമാണപത്രം ച സുരക്ഷിതം കർത്തും കരോതി. യഷിക ഡിജി ലോക്കർ ആധാർ കാർഡ്, സ്കൂൾ സർട്ടിഫിക്കറ്റ് ഒക്കെ സുരക്ഷിതമായി വെക്കാനായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഡിജിറ്റൽ ഭാരതസ്യ വിത്തീയ സമാവേശനെ കാഹ യോജനാഃ സന്തി. ഡിജിറ്റൽ ഇന്ത്യയുടെ ഫിനാൻഷ്യൽ ഇൻക്ലൂഷനിൽ ഏതൊക്കെ പദ്ധതികളാണുള്ളത്? ഡിജിറ്റൽ ഭാരതസ്യ വിത്തീയ സമാവേശനസ്യ ക്ഷേത്രേ UPI, റുപേ കാർഡ്, ജൻധൻ യോജന ഇത്യാദീനി ബഹൂനി യോജനാഃ സന്തി. ഡിജിറ്റൽ ഇന്ത്യയുടെ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ മേഖലയിൽ UPI, റുപേ കാർഡ്, ജൻധൻ യോജന എന്നിങ്ങനെ പല പദ്ധതികളുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഡിജിറ്റൽ ഭാരതേ ശിക്ഷായാഃ ക്ഷേത്രേ കേഷാം പഠനാനാം ഉപയോഗഃ കരണീയഃ. ഡിജിറ്റൽ ഭാരതത്തിൻ്റെ എഡ്യൂക്കേഷൻ ഫീൽഡിൽ ഏതൊക്കെ പ്ലാറ്റ്ഫോംസ് ആണ് ഉപയോഗിക്കേണ്ടത്? ഡിജിറ്റൽ ഭാരതേ ശിക്ഷായാഃ ക്ഷേത്രേ ദീക്ഷ, സ്വയംപ്രഭ, ഈ പാഠശാല, ഭാരതീയ രാഷ്ട്രീയ ഡിജിറ്റൽ പുസ്തകാലയഃ, നിഷ്ഠ, PME വിദ്യ, നിശുൽക ഡിജിറ്റൽ ശൈക്ഷിക മഞ്ചഃ ച ഉപയോഗഃ കരണീയഃ. അതായത് ഡിജിറ്റൽ ഇന്ത്യയുടെ എഡ്യൂക്കേഷൻ ഫീൽഡിലെ, അതായത് ദീക്ഷ, സ്വയംപ്രഭ, ഈ പാഠശാല, ഭാരതീയ രാഷ്ട്രീയ ഡിജിറ്റൽ പുസ്തകാലയം, നിഷ്ഠ, PME വിദ്യ തുടങ്ങിയ സൗജന്യമായിട്ടുള്ള എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോംസ് ആണ് ഉപയോഗിക്കേണ്ടത്. ഗ്രാമ്യക്ഷേത്രേഷു ഡിജിറ്റൽ സേവാനാം സമസ്യ കഥം നിരാകർത്തും ശക്യത്തെ.
ഗ്രാമപ്രദേശങ്ങളിലുള്ള ഡിജിറ്റൽ സേവനങ്ങളുടെ പ്രശ്നം എങ്ങനെയാണ് പരിഹരിക്കാൻ സാധിക്കുക? ഗ്രാമക്ഷേത്രേഷു ഡിജിറ്റൽ സേവാനാം സമസ്യ അന്തർജാലസ്യ ഉത്തരോത്തരം വിസ്താരേണ നിരാകർത്തും ശക്യത്തെ. ഗ്രാമപ്രദേശങ്ങളിലുള്ള ഡിജിറ്റൽ സേവനങ്ങളുടെ പ്രശ്നം ഇൻ്റർനെറ്റിൻ്റെ ഘട്ടം ഘട്ടമായിട്ടുള്ള വിപുലീകരണത്തിലൂടെ പരിഹരിക്കാൻ സാധിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അധഃ ദത്താൻ ശബ്ദാൻ സമ്യക് സംയോജയത്ത്. താഴെ തന്നിരിക്കുന്ന വാക്കുകൾ കറക്റ്റായിട്ട് യോജിപ്പിക്കുക. ഓക്കെ, നോക്കാം. ഹോളോഗ്രാം, കൃത്രിമ ബുദ്ധി, UPI, ശീഘ്രം സുരക്ഷിതം സുഗമം ച ഡിജിറ്റൽ ധനദേയ പ്രത്യർപ്പണം, ഡിജി ലോക്കർ, ഡിജിറ്റൽ പ്രമാണപത്രം, ഫാസ്ടാഗ്, രാജമാർഗേഷു സ്വചാലിതവിധീന മാർഗശുൽക്കസ്യ ശീഘ്രം സംഗ്രഹണം, VR, ആഭാസീയ വാസ്തവികത. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അധഃ പ്രദത്ത മഞ്ജുഷാതഃ ശബ്ദാൻ ചിത്വാ റിക്തസ്ഥാനാനി പൂരയത്. താഴെ ബോക്സിൽ തന്നിരിക്കുന്ന വേർഡ്സിൽ നിന്ന് കണ്ടുപിടിച്ച് ബ്ലാങ്ക്സ് ഫിൽ ചെയ്യാം. പ്രധാനമന്ത്രി സംഗ്രഹാലയെ ഹോളോഗ്രാം ദ്വാരാ ഡാഷ് ദൃശ്യത്തെ. പ്രധാനമന്ത്രി മ്യൂസിയത്തിൽ ഹോളോഗ്രാമിലൂടെ ഡാഷ് കാണാൻ സാധിക്കുന്നു. എന്ത് കാണാനാണ് സാധിച്ചേ? പ്രധാനമന്ത്രിയുടെ സ്പീച്ച്. നമ്മൾ എന്തെഴുതും? പ്രധാനമന്ത്രിണ ഭാഷണം. ഡിജിറ്റൽ ഭാരതസ്യ ആർത്ഥിക സമാവേശനം സുഗമം കർത്തും ഡാഷ് പ്രണാലി അസ്തി. ഡിജിറ്റൽ ഇന്ത്യയുടെ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ഈസി ആക്കാനായിട്ട് ഡാഷ് സംവിധാനമുണ്ട്. എന്ത് സംവിധാനമാണ്? UPI. ഡിജിറ്റൽ ശാസനം ഡാഷ് സേവാം പ്രദദാതി. ഡിജിറ്റൽ ഗവർണൻസ് ഡാഷ് സേവയാണ് നൽകുന്നത്. എങ്ങനത്തെ സേവ? ഓട്ടോമാറ്റഡ് ആൻഡ് ട്രാൻസ്പെറൻറ്റ് സേവ. നമ്മൾ എന്തെഴുതും? സ്വചാലിതം പാരദർശകം ച. ഡിജിറ്റൽ ഭാരതസ്യ ശിക്ഷാക്ഷേത്രേ ഡാഷ് നാമ ഡിജിറ്റൽ ശൈക്ഷിക മഞ്ചഃ അസ്തി. ഡിജിറ്റൽ ഇന്ത്യയുടെ എഡ്യൂക്കേഷൻ ഫീൽഡിൽ ഡാഷ് എന്ന പേരുള്ള ഒരു ഡിജിറ്റൽ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോം ഉണ്ട്. ആ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമിൻ്റെ പേരെന്താ? ദീക്ഷ. ഭാരതസ്യ ഡിജിറ്റൽ പരിവർത്തനം സർവാണി ഡാഷ് ക്ഷേത്രാണി സ്പർശതി. ഭാരതത്തിൻ്റെ ഡിജിറ്റൽ മാറ്റം എല്ലാ ഡാഷ് മേഖലകളെയും സ്പർശിക്കുന്നു. ജീവിതത്തിൻ്റെ, ഇപ്പം എന്തെഴുതും? ജീവനം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അധഃ അസ്മിൻ പാഠേ, താഴെ ഈ പാഠത്തിൽ ആഗതാനാം ശബ്ദാനാം വന്നിട്ടുള്ള വാക്കുകളുടെ ആധാരേണ അടിസ്ഥാനത്തിൽ ശബ്ദജാലം പ്രദത്തമസ്തി. പസൽ തന്നിട്ടുണ്ട്. അത്ര ഇവിടെ വാമതഃ ദക്ഷിണം, ലെഫ്റ്റിന്ന് റൈറ്റിലോട്ടും, ഉപരിതഃ അധഃ ച മേളിന്ന് താപ്പോട്ടും ആധാരം കൃത്വ ബേസ് ചെയ്ത് ഉദാഹരണമനുസാരം, ഉദാഹരണം തന്നതനുസരിച്ച് ശബ്ദാൻ രേഖാങ്കയത്, വാക്കുകളെ അടയാളപ്പെടുത്തുക. നോക്കിയാലോ. ആദ്യം നമുക്ക് ലെഫ്റ്റിന്ന് റൈറ്റിലോട്ടുള്ളത് കണ്ടുപിടിക്കാം. ഡിജി ലോക്കർ, വിജ്ഞാനം, കൃത്രിമ ബുദ്ധി, പ്രൗദ്യോഗികി, UPI. ഓക്കെ, ഇനി നമുക്ക് മേളിന്ന് താപ്പോട്ടുള്ളത് കണ്ടുപിടിക്കാം. ഓക്കെ, മൈ ഗവ്, വേറെ എന്താ? മാർഗഃ, രാജമാർഗഃ, ആഭാസീയ, ഹോളോഗ്രാം, വർദ്ധിത, സംവാദയന്ത്ര, PM, സൈബർ ക്രൈം. പിന്നെന്താ ഉള്ളത്? വാണിജ്യം, ശാസനം, സ്ഥാതിഹി, ശിക്ഷ, നിഷ്ഠ. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അതോ ലിഖിതാൻ ശബ്ദാൻ വർഗദ്വയെ വിഭജത്. താഴെ തന്നിരിക്കുന്ന വാക്കുകളെ 2 വിഭാഗങ്ങളായി വിഭജിക്കുക. സംഗണക സംബന്ധാഹ, അസംഗണക സംബന്ധാഹ ച. കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ടത്, കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെടാത്തത്. ശബ്ദാഹ, താഴെ വേർഡ്സും തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? അന്തർജാലം, ശിക്ഷിക, സംഗണകഃ, വിദ്യാലയഃ, പത്രം, പാഠ്യപുസ്തകം, ഡിജിറ്റൽ ലേഖനി. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ തന്നിരിക്കുന്ന വേർഡ്സില്ലേ, അതിൽ നിന്ന് കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ട വേർഡ്സ്
സംഗണക സംബന്ധ അതിനകത്ത് എഴുതണം. കമ്പ്യൂട്ടറുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്തത് അസംഗണക സംബന്ധ അതിന് താഴെ ഫിൽ ചെയ്യാം. ഓക്കെ, നോക്കിയാലോ? ആദ്യം നമുക്ക് കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ട വാക്കുകൾ നോക്കാം. അന്തർജാലം, ഇൻ്റർനെറ്റ്. സംഗണക, കമ്പ്യൂട്ടർ. ഈ പത്രം, ഇമെയില്. ഡിജിറ്റൽ, ഡിജിറ്റൽ. കമ്പ്യൂട്ടറുമായിട്ട് ബന്ധമില്ലാത്ത വാക്കുകൾ ഏതൊക്കെയാണ്? ശിക്ഷിക, ടീച്ചർ. വിദ്യാലയ, സ്കൂള്. പാഠ്യപുസ്തകം, ടെക്സ്റ്റ് ബുക്ക്. ലേഖനി, പേന. അടുത്ത ചോദ്യം നോക്കാം. അധോലിഖിതാനി വാക്യാനി പഠിത്വ ശുദ്ധം ടിക് അശുദ്ധം റോങ് വ ഇതി ചിഹ്നി കരോതി. താഴെ തന്നിരിക്കുന്ന സെൻറ്റൻസ് വായിച്ചിട്ട് കറക്റ്റ് ആയിട്ടുള്ളതാണെങ്കിൽ കറക്റ്റ് എന്നുള്ള സൈൻ കൊടുക്കുക, കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ റോങ് എന്ന സൈൻ കൊടുക്കുക. ഓക്കെ, നോക്കാം. ഹോളോഗ്രാം കൃത്രിമബുദ്ധേഹി ഏകഃ പ്രകാരഃ അസ്തി. ഹോളോഗ്രാം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു ടൈപ്പാണ്. കറക്റ്റാണോ? അതെ, അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു ടൈപ്പാണ് ഹോളോഗ്രാം. അടുത്ത് നോക്കാം. വർദ്ധിത വാസ്തവികതായാः ഉപയോഗിത ഐതിഹാസിക ഘടനാനാം പ്രത്യക്ഷ അനുഭവായ അസ്തി. ഓഗ്മെൻറ്റഡ് റിയാലിറ്റിയുടെ ഉപയോഗം എന്ന് പറയുന്നത് ചരിത്ര സംഭവത്തെ നേരിട്ട് അനുഭവിച്ചറിയുന്നതിന് വേണ്ടിയാണ്. കറക്റ്റാണോ? അതെ. ഡിജിറ്റൽ പ്രക്ഷേപണ മാനചിത്രം ഭാരതസ്യ വികാസയാത്രാം പ്രദർശയത്തി. ഡിജിറ്റൽ പ്രൊജക്ഷൻ മാപ്പ് ഇന്ത്യയുടെ വികസന യാത്രയെ കാണിക്കുന്നു. കറക്റ്റാണോ? അതെ. ഫാസ്ടാഗ് ഇതി രാജമാർഗേഷു സ്വചാലിതവിധീന മാർഗശുൽക്കസ്യ ശീഘ്രം സംഗ്രഹണം കരോതി. ഫാസ്ടാഗ് എന്നത് ഹൈവേസിൽ ഓട്ടോമേറ്റഡ് സംവിധാനങ്ങളിലൂടെ ടോൾ ഫീ പെട്ടെന്ന് തന്നെ ശേഖരിക്കുന്ന ഒന്നാണ്. കറക്റ്റാണോ? അതെ. ഡിജി ലോക്കർ ഇത്യസ്യ മാധ്യമേന കേവലം ആധാരപത്രം സുരക്ഷിതം ശക്യത്തെ. ഡിജി ലോക്കർ എന്നതിൻ്റെ മീഡിയത്തിലൂടെ കേവലം ആധാർ കാർഡ് സംരക്ഷിക്കാനായിട്ട് സാധിക്കും. കറക്റ്റാണോ? അല്ല. ഭാരതസ്യ ഡിജിറ്റൽ പരിവർത്തനം കേവലം ശാസനെ പ്രഭാവം കരോതി, നാഗരിക ജീവനെ ന. ഭാരതത്തിൻ്റെ ഡിജിറ്റൽ പരിവർത്തനം കേവലം ഭരണത്തെ മാത്രമാണ് ഇമ്പാക്റ്റ് ചെയ്യുന്നത്, പൗരന്മാരുടെ ജീവിതത്തിലല്ല. കറക്റ്റാണോ? അല്ല. ഉമംഗ്, മൈഗവ്, ജം ഇത്യാദയः ഈ ശാസനമഞ്ചാः സന്തി. ഉമംഗ്, മൈഗവ്, ജം എന്നിങ്ങനെയുള്ള ഈ ഗവർണൻസ് പ്ലാറ്റ്ഫോംസ് ഉണ്ടോ? ഉണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അവ്യവസ്ഥിതാൻ വർണ്ണാൻ ശബ്ദദൃഷ്ട്യ വ്യവസ്ഥിത രൂപേണ ലിഖത്. അതായത് ഇവിടെ വേർഡ്സ് തന്നിരിക്കുന്നത് ജംബിൾഡ് ആയിട്ടാണ്. ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിഞ്ഞൊക്കെയാണ്. ഇത് നമ്മൾ കറക്റ്റ് ആക്കിയിട്ടാണ് ഇവിടെ എഴുതേണ്ടത്. ഓക്കെ, ഉദാഹരണം നോക്കാം. വ്യയവിത്തി സമാനശം, അങ്ങനെ ഒരു വേർഡ് ഉണ്ടോ? കറക്റ്റായിട്ട് എങ്ങനെ വരാ? വിത്തീയ സമാവേശനം. കസംഗമണ എങ്ങനെ വരാ? സംഗണകം. കാർവസരഃ സർവകാരഃ. ലയഃവിദ്യ വിദ്യാലയഃ. ജിഗ്ഡിലാർ ഡിജിലാക്കർ. ശക്സും സുശക്തം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അധോലിഖിതം പരിച്ഛേദം പഠിത്വ പ്രശ്നാനാം ഉത്തരാണി ലിഖത്. താഴെ തന്നിരിക്കുന്ന പാസേജ് വായിച്ചിട്ട് ചോദ്യങ്ങൾക്കുത്തരം എഴുതുക. നോക്കാം. അദ്യതനെ വിജ്ഞാനയുഗേ സർവേ മനുഷ്യാः ഡിജിറ്റൽ പ്രൗദ്യോഗിക്യാः പ്രയോഗം കുറുവന്തി. ഇന്നത്തെ ശാസ്ത്രയുഗത്തിൽ എല്ലാ മനുഷ്യരും ഡിജിറ്റൽ ടെക്നോളജിയുടെ ഉപയോഗം ചെയ്യുന്നു. ജനാः അന്തർജാലസ്യ സജലദൂരവാണ്യാः സംഗണകസ്യ ച സഹായേന ശീഘ്രം കാര്യാണി സമ്പാദയന്തി. ആളുകൾ ഇൻ്റർനെറ്റിൻ്റെ, മൊബൈൽ ഫോണിൻ്റെ, കമ്പ്യൂട്ടറിൻ്റെ ഒക്കെ സഹായത്താൽ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ ചെയ്തു തീർക്കുന്നു. വിദ്യാർത്ഥിനഃ അപി, സ്റ്റുഡൻസും ഈ അധികം പ്രണാലിം സ്വീകൃത്യ ഇ ലേണിംഗ് രീതി സ്വീകരിച്ച് ജ്ഞാനം വർദ്ധയന്തി, അറിവ് വർദ്ധിപ്പിക്കുന്നു. ഇനി നമുക്ക് ചോദ്യങ്ങളൊന്ന് നോക്കിയാലോ. അദ്യതനം യുഗം കീദൃശമസ്തി. ഇന്നത്തെ യുഗം എത്തരത്തിലുള്ളതാണ്, എങ്ങനെയുള്ളതാണ്? അദ്യതനം യുഗം വിജ്ഞാനയുഗമസ്തി. ഇന്നത്തെ യുഗം ശാസ്ത്രയുഗമാണ്. മാനവാः കേഷാം സഹായേന കാര്യാണി ശീഘ്രം കുറുവന്തി. മനുഷ്യർ
എന്തിൻ്റെ സഹായത്താലാണ് കാര്യങ്ങൾ വേഗത്തിൽ ചെയ്യുന്നത്? മാനവാः അന്തർജാലസ്യ സചലദൂരവാണ്യാः സംഗണകസ്യ ച സഹായേന ശീഘ്രം കാര്യാണി കുർവന്തി. മനുഷ്യർ ഇൻ്റർനെറ്റിൻ്റെ, മൊബൈൽ ഫോണിൻ്റെ, കമ്പ്യൂട്ടറിൻ്റെ ഒക്കെ സഹായത്താലാണ് വേഗത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നത്. ഈ അധികം പ്രണാല്യാः പ്രയോഗം കെ കുർവന്തി. ഈ ലേണിംഗ് രീതിയുടെ പ്രയോഗം ആരാണ് ചെയ്യുന്നത്? വിദ്യാർത്ഥിനഃ ഈ അധികം പ്രണാല്യാः പ്രയോഗം കുർവന്തി. വിദ്യാർത്ഥികളാണ് ഈ ലേണിംഗ് രീതി ഉപയോഗിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ ചാപ്റ്ററിൻ്റെ എക്സസൈസ് എക്സ്പ്ലനേഷൻ ക്ലിയർ ആയെന്ന് കരുതുന്നു. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായാൽ ഉറപ്പായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിലൊരു ബെല്ലൈക്കൺ ഉണ്ടാവും, അതും കൂടെ ഒന്ന് ഇനേബിൾ ചെയ്യുക. ഓളെന്ന ഓപ്ഷൻ കൊടുക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഇനി വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. താങ്ക് യു. കീപ് സപ്പോർട്ടിങ്.